ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. ഏതായാലും പ്രകൃതിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ മഴ അനുഗ്രഹമാണ് ചില സമയങ്ങളിൽ. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ അതിനെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകളുടെ ബോഡി ഇനി ആ കുടുംബങ്ങൾക്ക് ഇനിയും ലഭിക്കാനുണ്ട്. വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. പുത്തുമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ഒരുപാട് ആളുകളുമായിട്ട് ദിവസേന നമുക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അവരോടൊക്കെ നാം സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹം ചെയ്ത ആളുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ആ ദുരന്തത്തിൽ നിന്നും നമുക്കൊക്കെ രക്ഷപ്പെടുവാനും അതുപോലെ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ശാരീരികമായിട്ടും മറ്റുമെല്ലാം സഹായിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ ഒരു വലിയ പരീക്ഷണമായിട്ട് തന്നെയാണ് നാം ഒരു ദുരന്തങ്ങളെ കാണേണ്ടത്. എന്നിട്ടും മനുഷ്യർ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വലിയ രീതിയിലുള്ള ദുഃഖം തോന്നുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള മഴ കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ലോക്കായതും ഈ ഒരു സമയത്ത് നമുക്ക് ലൈവിൽ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായതുമല്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്നറിയില്ല. ഇന്ന് വയനാടിൻ്റെ പല ഭാഗങ്ങളിലും പകൽ തന്നെ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിരുന്നു. രാത്രിയിൽ ഈ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാവരും ജാഗ്രത പുലർത്തണം, ശ്രദ്ധിക്കണം. അപകട സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ, മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ വലിയ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരവരുടെ സുരക്ഷ പ്രത്യേകം കൈകൊള്ളണം. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തണം. ഇന്ന് മാത്രമല്ല, എപ്പോഴും. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെ സുരക്ഷ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുള്ളൊരു സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. പുറത്ത് ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ അതിനൊരു ശ്രമം നടത്താം. മഴയുടെ തോത്, ശക്തി എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ളൊരു ശ്രമം ഞാൻ നടത്താം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയമായിട്ട് വളരെ നല്ല മഴ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി സമയത്തുള്ള മഴയാവുന്ന സമയത്ത് മണ്ണിടിച്ചിലൊക്കെയുള്ള ഭീഷണിയുള്ള പ്രദേശവാസികളൊക്കെ വളരെ ഭയപ്പാടോടു കൂടിയായിരിക്കാം അവരവരുടെ വീടുകളിൽ കഴിയുന്നത്. അപ്പോൾ നാം ഓരോരുത്തരുടെയും നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, സംവിധാനങ്ങൾ, മുന്നൊരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. എങ്കിൽ വലിയൊരു പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെയൊക്കെ നാട്ടിൽ, എൻ്റെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പം അത്തരത്തിലുള്ള ആളുകൾ അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ബന്ധുവീടുകളിലോ അയൽപക്ക വീടുകളിലോ അല്ലെങ്കിൽ അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കുന്നതൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ നന്നായിരിക്കും എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഏതായാലും വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ലൈവായിട്ട് ഞാൻ വരുന്നത്. എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ ചാനലിലൂടെയൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചാനലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ. വീണ്ടും വരാം. ആണോ? ഓക്കെ, ശരി.